എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോബൈ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മുംബൈയിലാണ് നിൽക്കുന്നത്. നമ്മൾ ടാറ്റയുടെ ഇൻവിറ്റേഷൻ കിട്ടി വന്നിരിക്കുന്നതാണ്. രണ്ട് പുതിയ വാഹനങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവാണ്. ഈ വാഹനങ്ങൾ ഓൾറെഡി നിരത്തിലുള്ളതാണ്. ഒന്ന് ഹരിയറും ഒന്ന് സഫാരിയും. എന്നാൽ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വാഹനത്തിന് പുതിയ വേരിയൻസ് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഒരു വേരിയൻ്റാണ് വന്നിരിക്കുന്നത്. ഒരു വേരിയൻ്റ് അല്ല, ഒരു വേരിയൻ്റ് അതിൻ്റെ സബ് വേരിയൻ്റാണ്. എക്സും എക്സ് പ്ലസ് എന്ന് പറയുന്ന രണ്ട് വേരിയൻസ് ആണ് പൊതുവെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഈ വേരിയൻസ് വന്നു എന്നുള്ളതിനെക്കുറിച്ചും എന്തൊക്കെ ഫീച്ചേഴ്സ് ഉള്ളതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പം എൻ്റെ ഇപ്പുറത്ത് കിടക്കുന്നത് കണ്ടോ, വളരെ മനോഹരമായിട്ടുള്ള ഒരു പച്ച കളറുള്ള വണ്ടിയാണ്. സീവീഡ് ഗ്രീൻ എന്ന് പറയുന്നത്. ഇത് ഹൈരിയറിനകത്ത് വന്നിരിക്കുന്ന ഒരു കളറാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ വശത്തേക്ക് വരുവാണെങ്കിൽ ഒരു സൂപ്പർനോവ കോപ്പർ എന്ന് പറഞ്ഞ കളർ നമ്മുടെ സഫാരിയിൽ വന്നിട്ടുണ്ട്. ഇത് കൂടാതെ വേറെ 4 കളേഴ്സ് ഉണ്ട്. അങ്ങനെ ടോട്ടലി 5 കളേഴ്സിൽ നമുക്ക് ഈ വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു വേരിയൻസ് കൊണ്ടുവന്ന് നമുക്ക് നോക്കാം. നിലവിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ വാഹനങ്ങളിൽ 11ഓളം വേരിയൻറ്റുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം വെട്ടിച്ചുരുക്കി 6 വേരിയൻറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള 2 വേരിയൻസ് ആണ് പരിചയപ്പെടുത്തുന്നത്. കാരണം ഇത് ടോപ്പ് എൻഡിനേക്കാളും ലൈക്ക് തൊട്ട് താഴെ വന്നിരിക്കുന്ന ഒരു വേരിയൻ്റാണ്. അപ്പോൾ അതായത് 20 ലക്ഷം രൂപയ്ക്കകത്ത് മനോഹരമായിട്ടുള്ള വാഹനങ്ങൾ എന്നുള്ളതാണ് ഇവർ ടാറ്റ പറയുന്നത് പറയാം. കാരണം ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള വാഹനം എന്ന് പറയുന്നത്. ഈ സഫാരിയുടെ കേസ് വരികയാണെങ്കിൽ 19,99,000, അതായത് 20 lakhs അഡാസ് ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനമാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഹൈറിയറിലേക്ക് വരുമ്പോഴും സെയിം ആണ്. 20 ലക്ഷം രൂപയ്ക്ക് അകത്ത് തന്നെയാണ് വരുന്നത്. ആ വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് 18.99, അതായത് 19 ലക്ഷം രൂപയ്ക്കാണ് എക്സ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് തൊട്ട് മുകളിലേക്ക് വരുമ്പോൾ എക്സ് പ്ലസ് എന്ന് പറയുന്ന ഫീച്ചറുണ്ട്. 34,000 രൂപയ്ക്ക് ഞെട്ടിക്കുന്ന മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഈ ഒരു വാഹനത്തിനകത്ത് അഡാസ് ഫീച്ചേഴ്സ് വരുന്നില്ല. 30,000 രൂപയുടെ വ്യത്യാസത്തിലേക്ക് എക്സ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റിലേക്ക് അഡാസ് ഫീച്ചറുകൾ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ 4 ബ്രേക്കുകളും ഡിസ്ക് ബ്രേക്കുകളാണ്. അതുപോലെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വിത്ത് ഡ്രൈവർ ഡോസ് ഫംഗ്ഷൻസ്, ഈ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഓട്ടോ ഹോൾഡ്, അതുപോലെ ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക്, ഇത്തരം ഫീച്ചേഴ്സ് നമുക്ക് 34,000 രൂപയ്ക്ക് ഈ വാഹനത്തിനകത്ത് ആഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ ബേസിക്കലി ഈ വാഹനത്തിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ വേരിയൻറ്റിനകത്ത് എന്തുകൊണ്ടാണ് ഇത് വാല്യൂ ഫോർ മണി എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്തേക്ക് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പം നമുക്ക് മാനുവലിൻ്റെ പ്രൈസാണ് പറഞ്ഞിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. എന്തായാലും ഒരു 2-2.5 ലക്ഷം രൂപയായിരിക്കും മെയിനായിട്ട് ഈ ഒരു വാഹനത്തിനകത്ത് കൂടാനായിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. അഡാസിൻ്റെ ക്യാമറാസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അത് നിങ്ങൾക്കറിയാം, അഡാസിൻ്റെ ഒരു റഡാർ സിസ്റ്റം ഒക്കെ നമുക്കവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് ഓട്ടോ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് വരുന്നുണ്ട്. വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫേസ് നിങ്ങൾ ഓൾറെഡി കണ്ടാണ്. അതിന് വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. ലൈക്ക് ഇതൊരു, ഞാൻ പറഞ്ഞില്ല, നിലവിലുണ്ട് വാഹനത്തിനകത്ത് ഒരു വേരിയൻ്റ് ആഡ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ടാറ്റയുടെ ലോഗോ നമുക്കിവിടെ കാണാം. അതിന് തൊട്ട് താഴെയായിട്ട് 360 ക്യാമറയ്ക്കുള്ള സ്ക്രീൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഒരു ഭാഗമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഹെഡ് ലാംപ്സിലേക്ക് വരുവാണെങ്കിൽ ഓട്ടോ ഹെഡ് ലാംപ്സ് ആണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള DRLs അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഫോഗ് ലാംപ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതിൻ്റെ മുകളിൽ ഒരു വേരിയൻ്റ് കൊണ്ട്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് എന്തായാലും വേണമല്ലോ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലുള്ള ലുക്ക് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. കുറേ ഫീച്ചേഴ്സ് പെറുക്കി വെച്ച് ഒരു പുതിയ വേരിയൻ്റ് ആക്കിയിരിക്കുന്നു. അത് 20 lakhs ബ്രാക്കറ്റിലേക്ക്, അതായത് 1899 ബ്രാക്കറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇതിന് തൊട്ട് മുകളിലുള്ള എക്സ് പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റ് 1934 കൊണ്ടുവന്നിരിക്കുന്നു. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടയേഴ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു അലോയ്സാണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു പ്രൊഫൈൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 17 ഇഞ്ചിൻ്റെ വീൽസാണ് നമുക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു കളേഴ്സിലേക്ക് വരുമ്പോഴാണെങ്കിൽ നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ഓർവിയമാണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് 360 ക്യാമറയും കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഹാരിയറിൻ്റെ ബാഡ്ജിങ് അവിടെയുണ്ട്. റിക്ക സെൻസറുള്ള ഡോർസ് നമുക്ക് കാണാം. ബ്ലാക്ക് ആൻഡ് ചെയ്തിരിക്കുന്ന എ പില്ലറും ബി പില്ലേഴ്സും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്കിവിടെ റൂഫ് റെയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് എക്സ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ 4 ഡിസ്ക് ബ്രേക്കുകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇതിലേക്ക് വരുന്ന സമയത്ത്, അതായത് എക്സിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് ഫ്രണ്ടിലെ 2 ടയറുകളും ഡിസ്ക് ബ്രേക്കുകളും ബാക്കിലെ ഡ്രം ബ്രേക്സ് ആണ് വരുന്നത്. ഇപ്പോൾ ബാക്കിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഈ വാഹനത്തിൻ്റെ ബാക്ക് കണ്ടിട്ടുണ്ട്. അതിനകത്ത് പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. മുകളിൽ ഷാർഫിനാൻ്റെ ഉണ്ട്. ഒരു ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്പോയിലർ നമുക്ക് കാണാം. D4 ഗ്ലാസ്. പിന്നെ ഇതിനകത്തൊരു വൈപ്പർ, വാഷുള്ള ഒരു വൈപ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടാറ്റയുടെ ലോഗോ, 360 ക്യാമറ, ഹൈരിയർ എന്നുള്ള റൈറ്റിങ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ടെയിൽ ലാംപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഒരു കണക്റ്റഡ് ആയിട്ട് വരുന്ന ടെയിൽ ലാമ്പ് പോലൊരു ഫീലാണ്. പക്ഷേ ഈ ഭാഗം മാത്രമേ അത് ഇലിമിനേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഏറ്റവും ടോപ്പിലേക്ക് വരുന്ന സമയത്ത് ഒരു പക്ഷേ അത് കത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇനി നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം. 500+ ലിറ്റേഴ്സ് ആണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം ഭയങ്കര വലിയ ബൂട്ട് സ്പേസ് ആണ്. നമുക്ക് സ്പെയർ ടയർ ഇതിനകത്ത് വരുന്നില്ല. അതിന് പകരം നമുക്ക് പഞ്ചർ റിപ്പയർ കിറ്റാണ് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബൂട്ടിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നെ അല്ലാതെ നമുക്ക് ഇവിടെ ഒരു ഭാഗം എന്ന് പറയുന്നത് സിൽവർ ഫിനിഷിലൊക്കെ ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു എക്സ്റ്റീരിയർ ആയിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നത്. 4 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയും കളർ ഒക്കെ ബ്യൂട്ടിഫുള്ളി പുറത്ത് വെച്ചിരിക്കുമ്പോൾ അകത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഭയങ്കര പ്രീമിയം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആയിട്ട് വരുന്ന ഇൻറ്റീരിയേഴ്സാണ്.
ബ്ലാക്ക് മാത്രമല്ല, അതിനകത്ത് മറ്റേ ഒരു കോഫി ബ്രൗൺ കളറും കൂടെ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ഇൻറ്റീരിയർ ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഡോർ പാനലിൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഇതിനകത്ത് കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. ഒന്ന് ഈ ഒരു പോർഷൻ കണ്ടോ, ഇത് വളരെ വളരെ ഫൈനൈറ്റ് ആയിട്ടുള്ള ലെതറിലാണ് ഈ ഒരു സംവിധാനം ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതൊക്കെ ഒരു പ്ലാസ്റ്റിക് പോർഷൻ ആണെങ്കിലും ആ കോഫി ബ്രൗൺ കളർ നല്ല ഭംഗിയാണ്. കോഫി ബ്രൗൺ കുറച്ചും കൂടെ കടുപ്പമുള്ളൊരു കളറാണ്. ഇതിനകത്ത് 6 സ്പീക്കേഴ്സാണ് വരുന്നത്. 4 സ്പീക്കറും 2 ട്യൂട്ടേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡോർ പാനിലേക്ക് വരുന്നത്. അകത്തേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് നോക്കാം. പിന്നെ സീറ്റ്സിനെ കുറിച്ച് ആദ്യം പറയാം. സീറ്റ്സിലേക്ക് വരുന്ന സമയത്ത് ഇത് ഇലക്ട്രിക്കലി പവർ അഡ്ജസ്റ്റബിൾ ആയിട്ട് വരുന്ന സീറ്റുകളാണ്. ആ സംവിധാനങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ സീറ്റ്സ് ആണെങ്കിലും നല്ല ഫൈനൈറ്റ് ആയിട്ടുള്ള ലെതറാണ്, പെർഫറേറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് ടിൽറ്റും ടെലസ്കോപ്പിക് ആയിട്ട് വരുന്ന സ്റ്റിയറിംഗ് ആണ്. ഈ സ്റ്റിയറിംഗ് ഒക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ എല്ലാ വാഹനങ്ങളിലും കാണുന്നത് ഇലിമിനേറ്റഡ് ആയിട്ട് വരുന്ന സ്റ്റിയറിംഗ് ആണ്. അഡാസിൻ്റെ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ ഈ വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് മീഡിയ കൺട്രോൾസ് ആണ് വരുന്നത്. പാഡിൽ ഷിഫ്റ്റേഴ്സ് ഇവിടെ നമുക്ക് കാണാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പാഡിൽ ഷിഫ്റ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 2 സ്ക്രീൻസ് ഉണ്ട്. ഈ സ്ക്രീൻ എന്ന് പറയുമ്പോൾ 10.25 ഇഞ്ചിൻ്റെ 2 സ്ക്രീൻസ് ആണ്. ഇതും പറയേണ്ട ആവശ്യമില്ല, നിലവിലുള്ള വേരിയൻസിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ആ സംവിധാനങ്ങളാണ് ഇത്. പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു ക്ലസ്റ്ററൊക്കെ ഫിജിറ്റലായിട്ട് വരുന്ന ഒരു ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വശത്തേക്ക് വരുന്നത്. ഇതിൻ്റെ താഴോട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് ആ ഒരു ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഈ ഡാഷ്ബോർഡ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു കാർബൺ ഫിനിഷാണ്. കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഫൈബർ എന്നല്ല, ഒരു ബ്ലാക്ക് കളറിൽ ഒരു വുഡൻ ടെക്സ്ചറിലാണ് വരുന്നത്. അതും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു സെൻട്രൽ കൺസോളിലേക്ക് ആ ഒരു ഏരിയയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ട്രാക്ഷൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ട്രാക്ഷൻ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ അകത്തേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് 45 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും അതുപോലെ സാധാരണ എയർപോർട്ടുമാണ് അവിടെ വരുന്നത്. ഗിയറിൻ്റെ ഷിഫ്റ്റർ നമുക്ക് കാണാം. 6 സ്പീഡ് 80 ആണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. ഇനി എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഉണ്ടായിരുന്ന അവരുടെ അടിപൊളി എഞ്ചിൻ തന്നെയാണ്. ക്രയോടെക് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 2 ലിറ്റർ ആണ് വരുന്നത്. 170 PS പവർ ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ 350 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ്. നിങ്ങൾക്ക് ഈ സഫാരി ആണെങ്കിലും ഹാരിയർ ആണെങ്കിലും ഓടിച്ചവർക്ക് അറിയാം വാഹനത്തിൻ്റെ പെർഫോമൻസ് എന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിപ്പോൾ ഇവരൊക്കെ ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ തന്നെയാണ് പ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചസ് വാഹനത്തിനകത്ത് കൊണ്ടുവന്നിട്ടാണെങ്കിലും അഫോർഡബിൾ ആയിട്ട് ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രിക് ആയിട്ട് വരുന്ന പാർക്ക് ബ്രേക്ക് അതുപോലെ ഓട്ടോ ഹോൾഡ് സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അത് നമുക്കിവിടെ കാണാം. ഒരു കപ്പ് ഹോൾഡർ കാണാം. അതുപോലെ നമുക്കൊരു ആം റെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനകത്തും നമുക്ക് ചാർജേഴ്സ് കാണാമെന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു റൂഫ് ഏരിയയിലേക്കൊക്കെ നമുക്ക് പോകാം. ഇതിനകത്ത് മെയിനായിട്ട് നമുക്കിവിടെ IRPM ഉണ്ട്. അത് ഓട്ടോ ഡിമിംഗ് അല്ല, നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. ഇവിടെ ലൈറ്റ്സിൻ്റെ കാര്യങ്ങൾ സൺവൈസേഴ്സ് ഉണ്ട്. പിന്നെ എടുത്തു വരേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു പാൻഡമിക് ആയിട്ടുള്ള ഒരു സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത്. പറഞ്ഞാൽ മൊത്തം നമുക്ക് തുറന്നിട്ട് നമുക്ക് പോകാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പറയേണ്ടത്. പിന്നെ ഈ വാഹനത്തിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാറും അതുപോലെ തന്നെ ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാറും നേടിയിട്ടുണ്ട്. പിന്നെ ചൈൽഡിൻ്റെ ഐസോഫിക്സ് ചൈൽഡ് സീറ്റുകൾ, പിന്നെ വാഹനത്തിനകത്ത് ഓൾറെഡി ESPയുടെ സ്യൂട്ടുകൾ അഡ്വാൻസ് ആയിട്ടുണ്ട്. ഡ്രൈവർ ഡോസ് ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന അഡാസ് ആണ് വരുന്നത്. അത് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഉണർത്തുന്ന രീതിയിൽ. പിന്നെ ലെവൽ 2 അഡാസിനകത്ത് എന്തൊക്കെ വരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. 6 എയർ ബാഗുകൾ വാഹനത്തിനകത്ത് പ്രൊവൈഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ എല്ലാ സംവിധാനമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൊടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സെക്കൻഡ് റോയിലേക്ക് പോകാം. ഈ ഒരു വാഹനത്തിൻ്റെ സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ വളരെ കംഫർട്ടബിൾ ആണ്. ഇഷ്ടം പോലെ ലെഗ് സ്പേസ് ഉണ്ടെന്നുള്ളതാണ്. ഞാനൊന്ന് കയറി ഇരുന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, കയറി ഇരുന്ന് കഴിഞ്ഞാൽ എന്തുമാത്രം ലെഗ് സ്പേസ് ആണ് ഈ വാഹനത്തിനകത്തുള്ളത്. പിന്നെ ഈ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട്, കാരണം സീറ്റ്സ് എല്ലാം നമുക്കൊരു ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് ഇൻറ്റീരിയേഴ്സ് വരുന്നത്. ഇനി ഈ റൂബിൻ്റെ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു വൈറ്റ് ബീച്ച് കളറിലാണ് വന്നിരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു പ്രീമിയം ഫീലാണ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് കിട്ടുമെന്ന് പറയുന്നത്. പിന്നെ ഡോർ പാനൽസിലേക്കൊക്കെ നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയും ട്യൂട്ടറും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ ആ ട്യൂട്ടേഴ്സൊക്കെ കൊടുത്ത് നമുക്ക് വളരെ അസാധ്യമായിട്ടുള്ള മ്യൂസിക് ഹർമാനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബാക്ക് സീറ്റിലുള്ളത്. ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും എടുത്തു പറയേണ്ട, നിലവിൽ ഇതെല്ലാം വേരിയൻസിനകത്തുണ്ട്. ഈ വേരിയൻറ്റിനകത്ത് വരുന്ന ഒരു പ്രത്യേകതയായിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വില നിങ്ങൾ മറക്കേണ്ട, 20 ലക്ഷത്തിന് താഴെ, അതായത് ഇതിന് 19 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് മാനുവൽ വരുന്നത്. ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസസ് വന്നിട്ടില്ല. എന്നാലും മാനുവലിലേക്ക് വരുന്ന സമയത്ത് വെറും 34,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്യുന്ന ഫംഗ്ഷൻസ് അഡാസ് ഉൾപ്പെടെയുള്ള ലെവൽ 2 അഡാസ് ഉൾപ്പെടെയുള്ള ഫംഗ്ഷൻസ് ആണ് വരുന്നത്. 4 ഡിസ്ക് ബ്രേക്കുകൾ ആഡായി വരുന്നുണ്ട്. എല്ലാ ടയറിലും ഡിസ്പ്ലേകൾ വരുന്നുണ്ട്. പിന്നെ ഓട്ടോ ഹോൾഡ് വിത്ത് ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് ഉണ്ട്. അതുപോലെ ESPയുടെ സ്യൂട്ട്, അതിനകത്ത് ഏറ്റവും അഡ്വാൻസ്ഡ് ഡ്രൈവർ ഡോസ് എന്ന ഫെസിലിറ്റീസ് എല്ലാം ആഡ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സഫാരിയാണ്. സഫാരിയിലേക്ക് വരുമ്പോൾ ഏറ്റവും അട്രാക്റ്റീവിലായിട്ട് തോന്നുന്ന ഒരു കളർ ഈ ന്യൂ കളർ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സൂപ്പർനോവ കോപ്പർ എന്ന് പറഞ്ഞ കളറാണ്, ചെമ്പിൻ്റെ കളറാണ് വന്നിരിക്കുന്നത്. വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഫ്രണ്ടിലില്ല. ഇതിനൊറ്റ വേരിയൻ്റേ ഉള്ളൂ, X+ എന്ന് പറഞ്ഞ വേരിയൻ്റേ ഉള്ളൂ. ഈ വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് അഡാസ് ഫീച്ചേഴ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്.
അത് ലെവൽ 2 ആണ് വരുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളും ഒക്കെ ഇതിനകത്ത് വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ക്യാമറാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് വരുന്നുണ്ട്, ഓട്ടോ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. ഫ്രണ്ടിലെ ഈ ഗ്രിൽസ് നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള ഗ്രില്ലാണ്. അതുപോലെ ടാറ്റയുടെ എംബോസ് ചെയ്തിരിക്കുന്ന ലോഗോ നമുക്ക് കാണാം. ഹെഡ് ലാംപ്സിൻ്റെ യൂണിറ്റ് നമുക്ക് ഇവിടെയുണ്ട്. ഇതെല്ലാം അങ്ങനെ തന്നെ കേട്ടോ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതാണ് ഒരു ഫ്രണ്ടിൽ നിന്നുള്ള അപ്പിയറൻസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഈ കളറാണ് വരുന്നത്. ഇത് കൂടാതെ ഒരു 4 കളേഴ്സും ഉണ്ട്. ടയർ സൈസിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു വാഹനത്തിൻ്റെ ടയർ സൈസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ 18 ഇഞ്ചസ് ആണ് വലിപ്പം വരുന്നത്. അതിന് ഡിഫറൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അലോയ് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള അലോയാണ്. 4 ബ്രേക്കുകളും ഡിസ്ക് ബ്രേക്കുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സസ്പെൻഷനൊക്കെ നമുക്കറിയാം, ഇതുപോലെ മക്ഫേഴ്സിൻ്റെ സ്ട്രട്ടുകളും ഓയിൽ സ്പ്രിങ്ങുകളൊക്കെയാണ് വരുന്നത്. ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് വരുന്നത്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ലാൻഡ് റോവറിൻ്റെ ഒക്കെ പ്ലാറ്റ്ഫോം D8 ഒമേഗ ആർക്കിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു യാത്രാസുഖവും കംഫോർട്ട് എപ്പോഴും വാഹനം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിരിക്കും. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ കണ്ടോ, ഇവിടെ നമുക്ക് ആ സൺറൂഫിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. വാഹനത്തിനകത്ത് സൺറൂഫ് ഉണ്ട്. അകത്ത് കയറുന്ന സമയത്ത് ഞാൻ കാണിക്കാൻ ശ്രമിക്കാം. ഇനി നമുക്ക് ഈ A പില്ലറും B പില്ലറും ഒക്കെ ബ്ലാക്ക് ആൻഡ് ചെയ്തിരിക്കുകയാണ്. റിക്വസ്റ്റ് സെൻസർ ഉള്ള ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സഫാരി എന്നുള്ള ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ A പില്ലറും B പില്ലറും ബ്ലാക്ക് ആൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമൊക്കെ നമുക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു വാഹനമാണ്. ഇനി നമുക്ക് ഒരു ബാക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് പോകാം. ബാക്കിലേക്ക് വരുന്ന സമയത്തും വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്ക് ടെയിൽ ലാമ്പ് യൂണിറ്റ് നമുക്ക് ഇവിടെ കാണാം. ടോപ്പിൽ നോക്കുകയാണെങ്കിൽ ഷാർഫി 9 നമുക്ക് പ്രൊവൈഡഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ്. ഇവിടെ നമുക്കൊരു സ്പോയിലർ ഉണ്ട്. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുകയാണ്. D4 കാണാം. അതുപോലെ നമുക്ക് വൈപ്പേഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടാറ്റയുടെ ലോഗോ. അതുപോലെ നമുക്ക് ഒരു ബൂട്ട് സ്പേസ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ ഇതാണ് ചെറിയൊരു ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. ഒരു 200 ലിറ്റേഴ്സിൻ്റെ താഴെ ആയിരിക്കും വരുന്നത്. കാരണം ഇത് ഒരു 3rd റോ സീറ്റ്സ് ഈ വാഹനത്തിനകത്ത് ഉള്ളതുകൊണ്ടാണ്. പക്ഷേ അത് നമുക്ക് പ്രശ്നമല്ല. എപ്പോഴും നമ്മൾ 7 സീറ്റർ ആയിട്ടല്ല വാഹനം ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ സീറ്റ്സ് നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഫോൾഡബിൾ ആയിട്ട് വരുന്ന സീറ്റ് ആയതുകൊണ്ട് നമുക്ക് സ്പേസ് എത്ര വേണമെങ്കിലും നമുക്ക് ഇലോങ്ങേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതൊക്കെയുള്ളതാണ്. സ്പെയർ വീൽ വരുന്നില്ല. ഈ ഒരു പഞ്ചർ റിപ്പയർ കിറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അകത്തേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് നോക്കാം. വാഹനത്തിൻ്റെ ഇൻറ്റീരിയർസ് വളരെ പ്രീമിയം ആക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മുടെ ബോഡി കളറ് നമുക്കൊരു കോപ്പർ കളറാണെന്നുണ്ടെങ്കിൽ സീറ്റ് അല്ലെങ്കിൽ ലെതറൈറ്റസ് ഒക്കെ അതിനോട് നീതി പുലർത്തുന്ന തരത്തിലുള്ള ഒരു ബ്രൗൺ കളറാണ്. ഒരു ചായ കളർ എന്നൊക്കെ നമ്മൾ പറയല്ലേ, ആ ചായ കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇൻറ്റീരിയറൊക്കെ അടിപൊളി പ്രീമിയം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡോർ പാനലിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഡോറിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ലെതറൈറ്റ് പാർട്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് നോർമലി ഉള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഈ കളറാണ് ഇതിനകത്ത് മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ട് വരുന്നിരിക്കുന്നത്. ഇതിനകത്ത് 6 സ്പീക്കേഴ്സാണ് വരുന്നത്. 4 സ്പീക്കറും 2 ട്യൂട്ടറും ഹർമാനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സീറ്റ്സിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ലക്ഷറി ആയിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ പ്രൈസ് ഓൾറെഡി അവർ പറഞ്ഞിട്ടില്ല. എങ്കിലും മാനുവലുമായിട്ട് നോക്കുമ്പോൾ മാനുവൽ 20 lakhs വരുന്നത്. അപ്പോൾ ഇതിനൊരു 2 ലക്ഷം കൂടെയൊക്കെ കൂടുതലായിരിക്കാം, അവർ പറയുന്നില്ല. അപ്പം അതിനൊക്കെ കിട്ടുന്ന ഒരു ഫീച്ചർ പറയാം. സീറ്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ്സസ് ആണ്. അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മെമ്മറി ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പെർഫറേറ്റഡ് ആയിട്ട് വരുന്ന സീറ്റുകളാണ്. പക്ഷേ ഇതിനകത്ത് സീറ്റ് വെന്റിലേഷൻ ഇല്ല. പക്ഷേ അത് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമായിരിക്കണം. അതിനുള്ളൊരു പ്രൊവിഷൻ പോലെ ആയിരിക്കും ഇട്ടിരിക്കുന്നത്. ആഫ്റ്റർ മാർക്കറ്റൊക്കെ ചെയ്തിരിക്കും. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഒരു ഡാഷ്ബോർഡ് ഏരിയയിലേക്ക് നോക്കാം. സ്റ്റിയറിംഗ് എന്നൊക്കെ ആ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രീമിയം ആണ്. അപ്പം ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റിയറിംഗ് ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ടാറ്റയുടെ ഇലിമിനേറ്റഡ് ആയിട്ട് ലോഗോ വരുന്ന സ്റ്റിയറിംഗ്സ്. അതുപോലെ നമുക്കിവിടെ അഡാസിൻ്റെ അതുപോലെ ക്രൂസ് കൺട്രോളിൻ്റെ ഫീച്ചേഴ്സാണ് ഈ വശത്തേക്ക് വരുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് ഓഡിയോ കൺട്രോൾസ് ഒക്കെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. 2 ഡിസ്പ്ലേസ് ആണ് കൊടുത്തിരിക്കുന്നത്. 10.25 ഇഞ്ചിൻ്റെ 2 ഡിസ്പ്ലേസ് നമുക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് പാനൽ നമുക്ക് കാണാം. ഇതിൻ്റെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒക്കെ നമുക്കറിയാമല്ലോ. ഹേ ടാറ്റ ഉണ്ട്, ഹേ ഗൂഗിൾ ഉണ്ട്, അലക്സ, ഇങ്ങനെയുള്ള എല്ലാ കണക്ടിവിറ്റി ഫീച്ചേഴ്സും വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഈ ഒരു ഡിസ്പ്ലേ പാനൽസ് ഒക്കെയാണ് ഫിജിറ്റലായിട്ട് വരുന്ന സ്വിച്ചസ് ആണ്. ഫിസിക്കൽ പ്ലസ് ഡിജിറ്റൽ, ഇതൊക്കെ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഈ വാഹനത്തിനകത്ത് ഇത് നമ്മുടെ ട്രാക്ഷൻ മോഡുകളും അതുപോലെ തന്നെ ഉള്ള മോഡുകളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു റോട്ടർടൈൽ സ്വിച്ചസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് വെറ്റ് അതുപോലെ തന്നെ ഈ പറയുന്ന നേരത്തെ നമുക്ക് ഉണ്ടായിരുന്നില്ല സ്നോ മഡ് എന്നൊക്കെ പറയുന്ന പോലുള്ള ട്രാക്ഷൻ ഫീച്ചേഴ്സ് ആണ് അവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംവിധാനങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടെ ഒരു ഇവിടെ നമുക്കൊരു ഫോണൊക്കെ ചാർജ് ചെയ്യാനുള്ള പ്ലേസ് കൊടുത്തിട്ടുണ്ട്. 45 വാട്ട്സിൻ്റെ ഒരു ചാർജിങ്ങും അതുപോലെ USB A പോർട്ടും ഒക്കെ അവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഭാഗങ്ങളൊന്നും പറഞ്ഞാൽ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്ററാണ് കേട്ടോ. അടിപൊളിയാണ്. ഇതൊരു 6 സ്പീഡ് 80 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗിയർ ഷിഫ്റ്റർ നമുക്കിവിടെ കാണാം. നല്ല ഭംഗിയുണ്ടല്ലോ ഇത് കാണുമെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ വാഹനത്തിനകത്ത് ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്. ഇലക്ട്രിക്കലായിട്ട് വരുന്ന ഈ പറയുന്ന പോലെ ഇലക്ട്രിക് ബ്രേക്ക് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കപ്പ് ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ആംബ്രസ്റ്റ്, അതിനടിയിൽ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനകത്ത് ഒരു 12 വോൾട്ടിൻ്റെ ചാർജർ, അതുപോലെ തന്നെ ഒരു C പോർട്ട് USB, അത് ഇഷ്ടം പോലെ പോർട്സ് കൊടുത്ത് സമ്പുഷ്ടമാക്കിയിരിക്കുകയാണ്. ഇനി അടുത്ത് വരേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാഷ്ബോർഡാണ്. ഡാഷ്ബോർഡിലേക്ക് വരുന്ന സമയത്ത് ഒരു വുഡൻ ഫിനിഷാണ്, ഒരു കരി പിടിച്ച അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് കാർബൺ ഫിനിഷിലുള്ള ഒരു വുഡൻ ടെക്സ്ചറാണ്. ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ വാഹനത്തിനകത്ത് ഗ്ലൗ ബോക്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറയേണ്ടത് IRBM ആണ്. ഇതൊരു ഓട്ടോ ഡിമ്മിങ് വരുന്ന IRBM അല്ല, മാനുവലി നമ്മൾ സ്വിച്ച് ചെയ്യണം, അങ്ങനെ ഒരു സംവിധാനമാണ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ഇവിടെ ലൈറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 സൺവൈസേഴ്സ് നമുക്കിവിടെ കാണാം.
അതുപോലെ ഒരു പാൻഡമിക് ആയിട്ടുള്ള ഒരു സൺറൂഫ് ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇത്രയും ഫീച്ചേഴ്സാണ് ഈ വാഹനത്തിനകത്ത് ലോഡ് ചെയ്തിരിക്കുന്നത്. സേഫ്റ്റിയുടെ കാര്യത്തിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വാഹനങ്ങൾ ഗ്ലോബൽ എൻക്യാപ്പിലും അതുപോലെ തന്നെ നമുക്ക് ഭാരത് എൻക്യാപ്പിലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 5 സ്റ്റാർ റേറ്റിംഗ് ആണ് വാഹനത്തിനകത്ത് നേടിയിരിക്കുന്നത്. 6 എയർ ബാഗുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഐസോഫിക്സ് ചൈൽഡ് സീറ്റ്, പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ESP സ്യൂട്ടാണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോവാണെന്നുണ്ടെങ്കിൽ അലേർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഈ വാഹനത്തിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ABS CBD ഇതൊക്കെ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് ആയതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ ഇത്രയും സേഫ്റ്റി ഫീച്ചേഴ്സ് ലോഡ് ചെയ്തിട്ടാണ് ഈ വാഹനം ഇറക്കിയിരിക്കുന്നത്. ഇനി നമുക്കിനി രണ്ടാമത്തെ റോയിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ ഓഫ് കോഴ്സ് ഇതൊരു ഫാമിലി കാർ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം 7 സീറ്റ് വരുന്നത് അങ്ങനെ ആയിരുന്നല്ലോ. അപ്പം 7 സീറ്ററിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ആ കോഫി ചായ കളറുള്ള ഈ സീറ്റുകൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പം നല്ല രസമാണ്, നല്ല പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പാൻഡമിക് സൺറൂഫ് ഉള്ളതുകൊണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു യാത്ര നമുക്ക് പ്രതീക്ഷിക്കാം. 2 ഹെഡ് റെസ്റ്റുകളാണ് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 2 ഹെഡ് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ സീറ്റ്സ് ഫോൾഡബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മടക്കിയാലേ നമുക്ക് മൂന്നാമത്തെ റോയിലേക്ക് പോകാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ റോ എന്ന് പറയുന്നത് നമുക്ക് നോർമലി ഞാനിപ്പോൾ അവിടെ കയറുന്നുണ്ട്, എങ്കിലും നമ്മൾ ഇതുപോലത്തെ വാഹനങ്ങൾ നമ്മൾ മിക്കവാറും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കായിരിക്കും ഏറ്റവും ആപ്റ്റായിട്ട് വരിക എന്ന് പറയുന്നത്. നമുക്ക് എന്നാലും ഈ വാഹനത്തിനകത്ത് കയറുന്ന ലെഗ് സ്പേസ് ഒക്കെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പിന്നെ ഇവിടെ ഒരു ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഡോർസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആ ഡോറിലേക്ക് കാണിച്ചു തരാം കണ്ടോ. അവിടെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അതുപോലെ കപ്പ് ഹോൾഡേഴ്സും അതുപോലെ ഫോണൊക്കെ വെക്കാനുള്ള ഒരു പ്ലേസ് കണ്ടോ. അവിടെ ഒരു തട്ട് പോലുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ യൂട്ടിലിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ഒരു കാര്യം നമുക്ക് മനസ്സിലായത്. ഇവിടെ ഒരു ലിവർ കാണാം. ഈ ലിവർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാനുവൽ ആയിട്ടുള്ള ലംബർ സപ്പോർട്ടാണ്. ഈ 2 സീറ്റിനുണ്ട്. അതായത് നമുക്കൊരു നടുവിനൊരു ചെറിയ സപ്പോർട്ട് കിട്ടത്തക്ക രീതിയിൽ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആ ലംബാർ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും അത് മാനുവൽ ആണെങ്കിലും അത് കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. നമുക്കിനി തേർഡ് റോയിലേക്ക് ഒന്ന് പോകാം. നമ്മുടെ ഇച്ചിരി എളുപ്പത്തിന് വേണ്ടി ഞാൻ ഓൾറെഡി അത് മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ തേർഡ് റോ സീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെനുവിൻലി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാല് തട്ടുന്നില്ല കേട്ടോ. തട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈക്ക് ഇത് കുട്ടികൾക്ക് വേണ്ടി ഒരു സ്പേസ് ആയിട്ടാണ് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്ക് സീറ്റിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇതായി 2 വശത്തേക്ക് നമുക്ക് വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് അതുകൊണ്ട് വലിയ ക്രാമ്പിംഗ് ഫീലൊന്നും നമുക്ക് ഉണ്ടാകത്തില്ല. പിന്നെ അവിടെ പാൻഡമിക് സൺറൂഫ് ഒക്കെ ഉള്ളതുകൊണ്ടൊക്കെ നല്ലതാണ്. എന്നാലും ബേസിക്കലി കുട്ടികൾക്കായിരിക്കും ഏറ്റവും ആപ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെയും കുറേ സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫോൺ ചാർജ് ചെയ്യാനുള്ള പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു വശത്തേക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കത് കാണാം. ഇവിടെ ഇരിക്കുവാണെങ്കിൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള പോർട്സ് ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു നെറ്റ് ഇട്ടൊരു ഭാഗമുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ 2 വാഹനങ്ങളുടെ വിശേഷം എന്ന് പറയുന്നത്. അപ്പം ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ 20 ലക്ഷത്തിന് താഴെ കിട്ടുന്ന ADAS ഒക്കെ ഫീച്ചേഴ്സ് ഉള്ള ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള പ്രത്യേകിച്ച് 360 ഡിഗ്രി ADAS ഫീച്ചേഴ്സ്, അതുപോലെ ടയർ സൈസ് ഒക്കെ ആണെങ്കിലും ഈ 2 വാഹനങ്ങൾക്കും കൂടുതലാണ്. അപ്പം നല്ല അങ്ങനെ എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി മാർക്കറ്റിൽ ഇപ്പോൾ നിലവിൽ വാങ്ങിക്കാൻ പറ്റുന്ന ബെസ്റ്റ് പ്രീമിയം ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ഇവർ ആ ഒരു പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് വരുന്ന 2 വാഹനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞു. ഓട്ടോമാറ്റിക്കിൻ്റെ വില പ്രഖ്യാപിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് വ്യത്യാസം. താമസിയാതെ തന്നെ നമ്മുടെ ഡീലർഷിപ്പിലേക്ക് വരുന്നതായിരിക്കും. ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഡീലേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാഹനം കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് താഴെ നിന്ന് കമൻറ്റ് രൂപേണ പറഞ്ഞേക്കണം. അതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിടാം. സോ ദിസ് ഇസ് റോബിൻ സൈനിങ് ഫ്രം റോബ് മൈ ഷോ.